പുലിപ്പല്ലി കേസിനൊക്കെ പിന്നാലെ വേടന് കിട്ടിയ പിന്തുണ എത്രയാണ് എന്ന സമൂഹ മാധ്യമങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. തൊട്ടു മുൻപ് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ പരിപാടി ഉണ്ടായിരുന്നു. 4 പാട്ടുകൾ മാത്രമാണ് പാടാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും പോലീസ് ഈ പരിപാടി തുടർന്നാൽ ചിലപ്പോൾ അപകടമുണ്ടാകും, അത്ര വലിയ ആൾക്കൂട്ടമായിരുന്നു, ആരാധകരായിരുന്നു. ഇപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ പിന്നാലെ നടക്കുന്ന പരിപാടി എന്ന നിലയിൽ ഒരുപക്ഷെ ഈ പറയുന്ന കണക്കിനും അപ്പുറത്തേക്ക് ആളുകൾ എത്തിയേക്കാം. തീർച്ചയായും ഒരുപാട് ആളുകളുടെ ഒരു ഒഴുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് എങ്ങനെയാണ് ഒരുക്കുന്നത്? 8000-ഓളം പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ എത്തിയാൽ അവർക്ക് എങ്ങനെയായിരിക്കും സജ്ജീകരണങ്ങൾ ഒരുക്കുക? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സുരക്ഷാ ഭീതി നിലനിൽക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വേടന്റെ ഒരു സംഗീത നിശ നടത്താൻ പോകുന്നത്. സ്വാഭാവികമായും ആരാധകരായി ഒരുപാട് പേരുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ പരിപാടി കാണുന്നതിന് വേണ്ടി ഈ സംഭവ സ്ഥലത്ത് അല്ലെങ്കിൽ എന്റെ കേരളം പ്രദർശനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് ഒരു 10,000 പേരെയാണ്. പക്ഷെ 8,000 പേരെ ഉൾക്കൊള്ളാൻ മാത്രമേ ആ വേദിക്ക് കഴിയൂ. അതുകൊണ്ട് തന്നെ 8,000 പേർക്ക് മാത്രമായിരിക്കും അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. പ്രവേശനം സൗജന്യമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടാവും. 8,000 പേരിൽ കൂടുതൽ ഈ വേദിയിലേക്ക് പ്രവേശിപ്പിക്കില്ല. കൂടുതൽ പേർ വന്നാൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ചെറുതോണിക്ക് സമീപം വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എന്റെ കേരള പ്രദർശനവും ഈ വേദിയും ഒരുക്കിയിരിക്കുന്നത്. അങ്ങോട്ടേക്കുള്ള ഗതാഗത പ്രശ്നങ്ങളും ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വഴികളൊക്കെയാണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഒരു വലിയ നിയന്ത്രണം ആ ഭാഗത്ത്, ഗതാഗത നിയന്ത്രണം അടക്കം വേണ്ടി വന്നേക്കും. കൂടാതെ ഏതെങ്കിലും രീതിയിൽ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 8 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്. രതീഷ്.